സജ്ജനങ്ങളെ, ഏത് മേഖലയിലുമുള്ള തടസ്സങ്ങൾ നീക്കുന്നവനാണ് വിഘ്നേശ്വരനായ ഗണപതി ഭഗവാൻ. വിഘ്നേശ്വരന് ഏറ്റവും പ്രിയപ്പെട്ട വ്രതമാണ് ചതുർത്ഥി വ്രതം. എല്ലാ മാസത്തിലെയും 2 പക്ഷങ്ങളിലും ചതുർത്ഥിയും ഭഗവാന്റെ പ്രീതിക്ക് ഗുണകരമാണ്. ചതുർത്ഥിയുടെ തലേ ദിവസം സന്ധ്യ കഴിഞ്ഞ് അരിയാഹാരം ഒഴിവാക്കണം. ചതുർത്ഥി ദിവസം ഒരിക്കലൂണാണ്. ഗണപതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി കറുകമാല ചാർത്തി നാളികേരം ഉടയ്ക്കുന്നത് ഗുണകരമാണ്. ചതുർത്ഥി ദിവസം ചുവന്ന വസ്ത്രം ധരിച്ച് ഗണപതിക്ക് പ്രാർത്ഥന നടത്തുക. പിറ്റേന്ന് വ്രതം അവസാനിപ്പിക്കാം. സമുദ്ര തീർത്ഥ സ്നാനം, അന്നദാനം എന്നിവ വ്രതഫലം കൂട്ടുന്ന കാര്യങ്ങളാണ്. 18 ചതുർത്ഥി വ്രതമെടുത്താൽ ഏതൊരു മേഖലയും തടസ്സം നീങ്ങി അഭിവൃദ്ധിയുണ്ടാകും. ഗണപതി ഹോമം, ഗണപതി പൂജ എന്നിവ ക്ഷേത്രങ്ങളിൽ നടത്തുന്നത് ഉത്തമമാണ്. പരമശിവന്റെയും പാർവതീദേവിയുടെയും പുത്രനായ മഹാഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥി. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് ഈ ദിനത്തിൽ വിഘ്നേശ്വരനായ ഗണപതി ഭഗവാൻ ഭക്തർക്ക് ദർശനമരുളുന്നു. ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനമായ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്നത്. ഗണേശ ചതുർത്ഥിയെന്നും അത്തം ചതുർത്ഥിയെന്നും ഈ ദിവസം അറിയപ്പെടുന്നു. ഗണപതി എന്ന സങ്കല്പം തന്നെ വളരെ വിശാലമായ തലത്തിലുള്ളതാണ്. 432 ദേവന്മാരുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന മഹാദേവനാണ് ഗണപതി. വിഘ്നേശ്വരനായ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതിനായി ഓരോ നക്ഷത്രക്കാരും പ്രാർത്ഥിക്കേണ്ട ഗണേശ രൂപമാണ് ഇനി പറയാൻ പോകുന്നത്. അശ്വതി നക്ഷത്രക്കാർ ദ്വിമുഖ ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. ഭരണി നക്ഷത്രക്കാർ സിദ്ധ ഗണപതിയെ, കാർത്തിക നക്ഷത്രക്കാർ ഉച്ഛിഷ്ട ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. രോഹിണി നക്ഷത്രക്കാർ വിഘ്ന ഗണപതിയെയും, മകേരം നക്ഷത്രക്കാർ ക്ഷിപ്ര ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. തിരുവാതിര നക്ഷത്രക്കാർ ഹേരംബ ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. പുണർദം നക്ഷത്രക്കാർ ലക്ഷ്മി ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. പൂയം നക്ഷത്രക്കാർ മഹാഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. ആയില്യം നക്ഷത്രക്കാർ വിജയ ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. മകം നക്ഷത്രക്കാർ നിത്യ ഗണപതിയെ ആരാധിക്കണം. പൂരം നക്ഷത്രക്കാർ ഊർദ്ധ ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. ഉത്രം നക്ഷത്രക്കാർ ഏകാക്ഷരപതി ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. അത്തം നക്ഷത്രക്കാർ വര ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. ചിത്ര നക്ഷത്രക്കാർ ത്രയാക്ഷര ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. ചോതി ക്ഷിപ്രപ്രസാദ ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. വിശാഖ നക്ഷത്രക്കാർ ഹരിദ്ര ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. അനിഴം നക്ഷത്രക്കാർ ഏകദന്ത ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. തൃക്കേട്ട നക്ഷത്രക്കാർ സൃഷ്ടി ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. മൂലം നക്ഷത്രക്കാർ ഉദ്ദാന ഗണപതിയെ ആരാധിക്കണം. പൂരാടം നക്ഷത്രക്കാർ ഋണമോചന ഗണപതിയെ ആരാധിക്കണം. ഉത്രാടം നക്ഷത്രക്കാർ ദണ്ഡി ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. തിരുവോണം നക്ഷത്രക്കാർ ദ്വിമുഖ ഗണപതിയെ ആരാധിക്കണം. അവിട്ടൻ നക്ഷത്രക്കാർ ത്രിമുഖ ഗണപതിയെ ആരാധിക്കണം. ചതയം നക്ഷത്രക്കാർ സിംഹ ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. പൂരരുട്ടാതി നക്ഷത്രക്കാർ യോഗ ഗണപതിയെ ആരാധിക്കണം. ഉത്രട്ടാതി നക്ഷത്രക്കാർ ദുർഗ ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. രേവതി നക്ഷത്രക്കാർ സങ്കടഹര ഗണപതിയെയും ആരാധിക്കണം. ഈ വിനായക ചതുർത്ഥി ദിനത്തിൽ ഭഗവാനെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചോളൂ. സർവവിഘ്നഹരം ദേവം സർവവിഘ്ന വിവർജിതം സർവസിദ്ധി പ്രദാതാരം വദേഹം ഗണനായകം. ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ചെറിയ അറിവുകളുമായി നിങ്ങളിലേക്ക് എത്തുന്ന ഈ ചെറിയ ചാനൽ പിന്തുടരാൻ മറക്കില്ലല്ലോ.